purchasing something, some of the items we will purchase it together. Those items are known as frequent item set, right? So this was our example. So here you can see the example, right? So this is the example, T100 to then cut ചെയ്തിട്ട് So this is our example, okay? Now what we are going to do is like first step എന്താ ചെയ്യേണ്ടത് നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ you have to find the frequency of all the items, right? അത് നമ്മൾ കണ്ടുപിടിച്ചല്ലേ ഫ്രീക്വൻസി എങ്ങനെ കിട്ടുന്നത് ഓരോന്നിന്റെയും you have to generate the first item set. What is your first item set? ഓരോന്നിന്റെയും കൗണ്ട് കിട്ടും അല്ലേ So I1 was occurring 6 times, I2 7 times, 6 times, 7 times ഇങ്ങനെ ഓരോന്നിലും കിട്ടുമായിരുന്നു അല്ലേ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം ഇതിൽ എന്താ പറയാ ഏറ്റവും കുറവ് അതായത് ഏറ്റവും ഫ്രീക്വൻസി നമ്മൾ കമ്പാരിസൺ ആയിട്ട് നോക്കുന്ന സമയത്ത് മിനിമം സപ്പോർട്ട് കൗണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക തന്നിരിക്കുന്നതിൽ I1 എത്ര തവണ ഒക്കർ ചെയ്യുന്നുണ്ട് 6 ടൈംസ് നമ്മുടെ മിനിമം സപ്പോർട്ട് കൗണ്ട് എന്ന് പറഞ്ഞാൽ 2 ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് മുഴുവൻ നമ്മൾ ഏത് ടേബിളിൽ എഴുതി L1 എന്ന് പറയുന്ന ടേബിളിൽ എഴുതി അപ്പോൾ ആദ്യം യു ഹാവ് ടു ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് യു ഹാവ് ടു ജനറേറ്റ് എ കാൻഡിഡേറ്റ് ഐറ്റം സെറ്റ് C1 and after that you have to generate L1. How to generate L1? While comparing the minimum support count. Those candidate set which is having minimum support count, those will be added to the next step, L1. ഒന്ന് എന്ത് ചെയ്യണം നിങ്ങൾ ഇതിൽ നിന്ന് C2 പ്രിപ്പയർ ചെയ്യണം C2 എന്ന് വെച്ചാൽ എന്താ കാൻഡിഡേറ്റ് സെറ്റ് വിച്ച് കണ്ടെയ്ൻ 2 ഐറ്റംസ് ടുഗെദർ അല്ലേ അത് നമ്മൾ കണ്ടുപിടിച്ചതല്ലേ C2 കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു C2 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നതിൽ നമ്മൾ I1 I2 രണ്ട് ഐറ്റംസ് ആയിട്ട് കമ്പയർ ചെയ്യും ഇവിടെ നോക്കൂ I1 I2 I1 I3 I1 I4 I1 I5 അങ്ങനെ ഓരോന്നും കമ്പയർ ചെയ്തു then you have to find the frequency of each one I1 I2 എത്ര തവണ ഒക്കർ ചെയ്യുന്നുണ്ട് 4 times നെക്സ്റ്റ് I1 I2 എത്ര തവണ അങ്ങനെ ഓരോന്നും കമ്പയർ ചെയ്യുക ഇതിൽ നമ്മൾ ഒഴിവാക്കുന്ന ഏതൊക്കെയായിരിക്കും ഇത്രയും ഐറ്റംസ് നമ്മൾ റിമൂവ് ചെയ്യും എന്തുകൊണ്ടാ why it is not satisfying the minimum support count ഓക്കെ അപ്പൊ നമ്മൾ ഇത്രയും I1 I2 I1 I3 I1 I5 I2 I3 I2 I4 I2 I5 ഇത്രയും വരും നമ്മുടെ ടേബിളിൽ ഓക്കെ അല്ലേ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്യണം ഇതിൽ നിന്ന് തന്നിരിക്കുന്നതിൽ നിന്ന് നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ C2 ജനറേറ്റ് ചെയ്തില്ലേ ഇനി നമുക്ക് ഇതിൽ നിന്ന് C3 ജനറേറ്റ് ചെയ്തെടുക്കണം റൈറ്റ് ഈ തന്നിരിക്കുന്നതിന് നമുക്ക് ഇനി C3 ജനറേറ്റ് ചെയ്യണം എന്താ C3 എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് ഐറ്റംസ് വിച്ച് കണ്ടെയ്ൻ 3 ഐറ്റംസ് ദാറ്റ് ഇസ് നോൺ ആസ് C3 എങ്ങനെ C3 ജനറേറ്റ് ചെയ്യാൻ എന്തൊക്കെയായിരിക്കും നമ്മുടെ ഐറ്റംസ് എന്ന് പറയുന്നത് നോക്കിയേ നിങ്ങൾ C3 എങ്ങനെ കിട്ടുകയെന്ന് അത് I1 ആണെങ്കിൽ I1 I2 I3 then I1 I2 I3ക്ക് പകരം നമ്മൾ ഏതൊക്കെ ആഡ് ചെയ്യും I1 I3 I4 പിന്നെ ഈ L2 എന്ന് വേണേൽ നിങ്ങൾ നെക്സ്റ്റ് കൗണ്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി I1 I2 I3 I1 I2 I5 I2 I3 I4 അങ്ങനെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സെറ്റും ജനറേറ്റ് ചെയ്ത് വെക്കുക ഏതൊക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് നിങ്ങൾ 3 ഐറ്റം സെറ്റിൽ 3 ഐറ്റം സെറ്റ് എന്ന് പറയുന്നത് C3 എന്ന് പറയുന്നത് I1 I2 I3യും ബാക്കിയുള്ള എല്ലാ നോക്കുന്ന സമയത്ത് സപ്പോർട്ട് കൗണ്ട് ലെസർ ആയിരിക്കും ഓക്കെ നിങ്ങൾ I1 I2 I1 I3 I1 I5 I2 I3 I2 I4 I2 I5 ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പ്രീവിയസ് സ്റ്റെപ്പിൽ L1ൽ കിട്ടുന്ന സാധനങ്ങൾ നമുക്ക് L1ൽ I1 I2 I1 I3 I1 I5 I2 I3 I2 I4 I2 I5 ഈ സാധനങ്ങൾ മുഴുവൻ നമ്മൾ എന്താ പറയുക നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ ഇതിന് പറയുന്ന ഈ സ്റ്റെപ്പിന് പറയുന്ന പേരാണ് പ്രൂണിങ് okay so after pruning you will get
I1 I2 I3 C3 എങ്ങനെ കിട്ടും? I1 I2 I1 I3 എന്ന് വരുന്ന സമയത്ത് നിങ്ങൾക്ക് I1 I2 I3 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട്. ഓക്കെ, അടുത്ത സ്റ്റെപ്പിലോ I1 I2 I5 കിട്ടും. പിന്നെയോ I1 I2 I1 I5. അപ്പോൾ I1 I2 I5 തന്നെ കിട്ടും, അതൊന്നും നോക്കാനില്ല. ഇത് തമ്മിലോ I1 I2 I3 അത് ഓൾറെഡി വന്നു കഴിഞ്ഞു. I1 I2 I4 ആണ് അടുത്ത് വരിക അല്ലേ? I1 I2 I4. പിന്നെയോ I1 I2 I5 അത് ഓൾറെഡി വന്നു കഴിഞ്ഞത്. അപ്പോൾ ഈ മൂന്നെണ്ണാണ് എന്താ പറയാ 3 ഐറ്റം സെറ്റിൽ കിട്ടുക നമുക്ക്. ഇതിൽ I1 I2 I3യും I1 I2 I5ഉം I1 I2 I4ഉം എത്ര തവണ വരുന്നുണ്ട് നോക്കാം നമുക്ക്. നോക്കൂ, തന്നിരിക്കുന്നതില് I1 I2 I3 എന്നുള്ളത് I1 I2 I3 എത്ര തവണ ഒക്കെ ചെയ്യുന്നുണ്ട് നോക്കി നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ. എത്ര തവണ I1 I2 I3 ഒരുമിച്ച് വരുന്നുണ്ട്? I1 I2 I3 ഇല്ല, I1 ഇല്ല, I1 I2 I3 ഇല്ല, ഇവിടെ വരുന്നുണ്ട് അല്ലേ? നോക്കൂ, I1 I2 I3 1, I1 I2 I3 2, twice, right? So here I1 I2 I3 support count or frequency count is 2. ഇനി അടുത്ത I1 I2 I5 ആണെങ്കിലോ I1 I2 I5 once, I1 I2 I5 once, twice. അപ്പൊ അതും രണ്ടാണ് കിട്ടുന്നത്. ഇനി I1 I2 I4 നോക്കിയേ, I1 I2 I4 1. പിന്നെയോ I1 I2 I4 ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതിന്റെ നമുക്ക് കിട്ടുന്ന ഫ്രീക്വൻസി കൗണ്ട് എന്ന് വെച്ചാൽ 1 ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് സാറ്റിസ്ഫൈങ് ദി മിനിമം സപ്പോർട്ട് കൗണ്ട്, സോ ഐ വിൽ അവോയ്ഡ് ഇറ്റ്. അപ്പോൾ ഞാൻ C3 L3യിലേക്ക് ഏതേ എടുക്കുള്ളൂ? L3യിലേക്ക് ഏത് മാത്രമേ എടുക്കുള്ളൂ? തന്നിരിക്കുന്നതിൽ ആദ്യത്തെ രണ്ടെണ്ണം മിനിമം സപ്പോർട്ട് കൗണ്ടുള്ള I1 I2 I3യും I1 I2 I5ഉം മാത്രമേ എടുക്കുള്ളൂ. മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആയോ? അമൃത, ദിതിന? ഓക്കെ. അപ്പൊ ഇവിടെ എന്താ ചെയ്തത്? So to generate C3 set of 3 candidate item set, you have to apply a join operation. That is, I am joining L2 and L2 together. നമുക്ക് കിട്ടിയ പ്രീവിയസ് സ്റ്റെപ്പിൽ L2ഉം L2ഉം കൂടെ പ്രൂൺ ചെയ്തിട്ടാണ് നമ്മൾ C3 പെർഫോം ചെയ്യുക. Okay, now perform pruning. So based on Apriori property that all subset of a frequent item set must also be frequent item set. ഇതാണ് Apriori property. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യനിൽ ഉണ്ടാവുന്നത്. വാട്ട് ഈസ് Apriori property? ഒരു ഫ്രീക്വന്റ് ഐറ്റം സെറ്റിന്റെ സബ്സെറ്റ് എപ്പോഴും ഫ്രീക്വന്റ് ആയിരിക്കും എന്ന്. എല്ലാം എന്നല്ല, അതിൽ മിക്കവാറും. സോ ഹിയർ വി ക്യാൻ ഡിറ്റർമിൻ ദാറ്റ് 4 candidates cannot be possibly frequent. So we therefore remove them from C3. നമുക്ക് കിട്ടുന്നതിൽ എല്ലാം ഫ്രീക്വന്റ് അല്ലല്ലോ. So other things we are removing. So C3 will contain I1 I2 I3യും I1 I2 I5ഉം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം? See this? I1 I2 I3 I1 I2 I5 scan for the count which candidate 3. The support count 2 ആണ്. L3 ഫോം ചെയ്തു. മിനിമം സപ്പോർട്ട് കോഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതിന് L3 ഫോം ചെയ്തു. ഇനി എന്താ അടുത്ത ചെയ്യേണ്ടത്? ഇനി നമുക്ക് 4 ഐറ്റം സെറ്റ് ഇതിൽ നിന്ന് ഫോം ചെയ്യാൻ പറ്റുമോ? ഇതിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന 4 ഐറ്റം സെറ്റ് എന്താ? I1 I2 I3 I5 ഇതല്ലേ 4 ഐറ്റം സെറ്റ്. ഇനി ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന C4 എന്ന് വെച്ചാൽ ഇതല്ലേ? Am I right? How to find C4? By joining L3 and L3. By pruning L3 and L3 you will get C4. What is C4? I1 I2 I3 and I5. Okay, so see this I1 I2 I3 I5 എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഒക്കറൻസ് നമുക്ക് തന്നിരിക്കുന്ന ടേബിളിൽ ഉണ്ടോ നോക്കിയേ. ഇതിൽ എവിടെയെങ്കിലും I1 I2 I3 I5 ഒരുമിച്ച് വരുന്നുണ്ടോ? ഇല്ല. I1 I2 I3 I5 ഉണ്ട്, ഒരു പ്രാവശ്യം വരുന്നുണ്ട്. That frequency count is 1. It is not satisfying the minimum support count. So the C4 is 5 and the algorithm terminate having found all the frequent item set. അപ്പോൾ ഇതാണ് നമുക്ക് ഒക്കർ ചെയ്യുന്ന ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് കഴിഞ്ഞാൽ I1 I2 I3 I1 I2 I5 എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? Reply me please.
ആ മിസ്സേ ക്ലിയർ ആയി. ഓക്കെ. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? അസോസിയേഷൻ റൂൾ ജനറേറ്റ് ചെയ്യണം. Generating association rule from the frequent item set. എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുക? Once the frequent item set from transactions in a D have been found, it is straightforward to generate strong association rule. For each frequent item I, generate all non-empty subsets of the I. ഇപ്പൊ നമുക്ക് I1, I2, I5 ആണെങ്കിൽ ഇത് നോൺ എംപ്റ്റി സബ്സെറ്റ്സ് ഏതൊക്കെയാ? നമുക്ക് കിട്ടിയിരിക്കുന്ന ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് ഏതൊക്കെയാ? I1, I2, I3, I1, I2, I5 അല്ലേ? നമുക്ക് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ കിട്ടുന്ന ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് ഏതൊക്കെയായിരുന്നു നോക്കിയാൽ നിങ്ങൾ? I1, I2, I3, I1, I2, I5. ഓക്കെ. അപ്പോൾ ഈ I1, I2, I5 കൺസിഡർ ചെയ്യുക. ഈ I1, I2, I5 നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന നോൺ എംപ്റ്റി സബ്സെറ്റ്സ് ഏതൊക്കെയാ? I1, I2, I1, I5, I2, I5, I1 രണ്ടെണ്ണം കൺസിഡർ ചെയ്ത് പിന്നെ ഓരോന്നും I1, I2 ആൻഡ് I5. അപ്പോൾ ഇതല്ലേ ഇതിന്റെ സബ്സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതിൽ ഓരോന്നിന്റെയും സപ്പോർട്ട് കൗണ്ട് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത്. നോക്കൂ, I1, I2 ആദ്യത്തെ കേസിൽ ഞാൻ എഴുതുവാണ്. ഫോർ എവറി നോൺ എംപ്റ്റി സബ്സെറ്റ് S of I, the output rule S derives I minus S എന്ന് എഴുതാണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന കോമ്പിനേഷൻ ഏതൊക്കെയാ? I1, I2. നമ്മുടെ സബ്സെറ്റ് എന്താ? I5. അപ്പൊ ഞാൻ ആദ്യം എഴുതും I1, I2 implies I5. അടുത്ത കേസിലോ I1, I5 implies I2. അങ്ങനെ ഓരോന്നും അത് ഇതിന്റെ രണ്ടും കൂടി implies next one. Then I1 implies I2 and I5. I2 implies I1 and I5. അങ്ങനെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഓപ്ഷൻസും നമ്മൾ എഴുതാം, അസോസിയേഷൻസ്. ക്ലിയർ ആയോ? ഇത് എഴുതുന്ന മനസ്സിലായോ? ഇതിപ്പം ഫോർ എക്സാമ്പിൾ I1, I2, I3 ആണ് ഞാൻ എങ്ങനെ എഴുതുന്നു പറഞ്ഞാൽ നിങ്ങൾ? ഇതിപ്പോ I1, I2, I5 ആണ്. I1, I2, I3 ആണെങ്കിൽ എങ്ങനെ എഴുതും? I1, I2. I1, I2 implies I3. പിന്നെ ഇത് ആൻഡ് ആണ് വരിക. പിന്നെ I1 and I3 implies I2. പിന്നെ 1, 2, 3 അല്ലേ? I2 and I3 implies I5. Right? Then I1 implies I2 and I3. I2 implies 1 and 3. I3 implies 1, 2, 3. 1 and 3 വരുമല്ലോ ഇവിടെ. 1 and 3. ഓക്കെ അല്ലേ? ഈ രീതിയിൽ നമ്മൾ ഓരോന്നും കണ്ടുപിടിക്കുക, അസോസിയേഷൻ റൂൾ കണ്ടുപിടിക്കുക. എന്താ അതിന്റെ കോൺഫിഡൻസ് കണ്ടുപിടിക്കുക. എങ്ങനെ കോൺഫിഡൻസ് കണ്ടുപിടിക്കുക? കോൺഫിഡൻസിന്റെ ഇക്വേഷൻ എന്താ? കോൺഫിഡൻസ് A implies B എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് കൗണ്ട് ഓഫ് A യൂണിയൻ B ഡിവൈഡഡ് ബൈ സപ്പോർട്ട് കൗണ്ട് ഓഫ് A. സപ്പോർട്ട് കൗണ്ട് ഓഫ് A യൂണിയൻ B implies സപ്പോർട്ട് കൗണ്ട് ഓഫ് A യൂണിയൻ B ഡിവൈഡഡ് ബൈ A. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നതിൽ A യൂണിയൻ ബിന്റെ സപ്പോർട്ട് കൗണ്ട് നോക്കാം. അതായത് A യൂണിയൻ B എന്ന് വെച്ചാൽ എന്താ? I1 and I2 ഒരുമിച്ച് വരുന്ന എത്ര ട്രാൻസാക്ഷൻ ഉണ്ട്? അത് എവിടുന്ന കിട്ടും നമുക്ക്? I1 and I2 ഒരുമിച്ച് വരുന്ന ട്രാൻസാക്ഷൻസ് എവിടുന്ന് കിട്ടും? ഏത് നോക്കിയാൽ മതി? I1, I2 ഒരുമിച്ച് വരുന്ന ട്രാൻസാക്ഷൻ എവിടെ ഉണ്ടാവുക? നമ്മൾ അത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ. I1, I2 ഒരുമിച്ച് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ what is the meaning of it? It is what is it? അതിനൊരു പേരില്ലേ നമ്മൾ പറയുന്നത്? നോക്കൂ, I1, I2 ഒരുമിച്ച് വരിക എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താ? It is 2 item set അല്ലേ പിള്ളേരെ? നമുക്ക് ഈ I1 and I2 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? I1, I2 ഒരുമിച്ച് വരുക അല്ലേ? I1, I2 ഒരുമിച്ച് വരിക എന്നുള്ളത് നമ്മൾ എവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? ഓൾറെഡി 2 ഐറ്റം സെറ്റിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. റൈറ്റ്? ഇനി
സപ്പോർട്ട് കൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ I1 and I2 ഡിവൈഡഡ് ബൈ I1, right? Am I right? What is the support count of A here? What is the support count of A? A എന്ന് വെച്ചാൽ ഏതാ? A implies B എന്ന് വെച്ചാൽ I1 and I2 ഒരുമിച്ച് വരുന്നത് അല്ലേ? അതല്ല നമ്മുടെ A. ഇപ്പൊ ഇവിടെ എയും ബി ഏതാ? നിങ്ങളെന്താ ഒന്നും മനസ്സിലാവാത്ത പോലെ? A implies B. I1 intersection I2 എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ A എന്ന് പറയുന്നത്. B എന്ന് പറയുന്നത് I5ഉം. ഇവിടെ A യൂണിയൻ B സപ്പോർട്ട് കൗണ്ട് ഓഫ് A എത്രയാണ് വരുന്നത്? ഫോർ അല്ലേ? നോക്കൂ, പ്രീവിയസ് ടേബിളിൽ നമ്മൾ I1 and I2ന്റെ ഐറ്റം സെറ്റ് 4 ഒന്നും കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ ഇവിടെ സപ്പോർട്ട് കൗണ്ടില്? 4. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 4. അതാണ് സപ്പോർട്ട് കൗണ്ട് ഓഫ് എ എന്ന് പറയുന്നത്. എ യൂണിയൻ ബി, I1 and I2. ഇനി ബി എന്ന് പറയുന്നത് എന്താ? I5. I5ന്റെ സപ്പോർട്ട് കൗണ്ട് എത്രയാ? I5 ഫസ്റ്റ് ഐറ്റം സെറ്റ് ഫ്രീക്വൻസി നോക്കിയേ. I5 എത്ര കിട്ടുന്നത്? 1 ഐറ്റം സെറ്റിൽ എത്ര കിട്ടുന്നത് നോക്കിയേ I5. കണ്ടോ? I5 is 2. അപ്പൊ അതുകൊണ്ടാണ് എ യൂണിയൻ ബി 4 ആണ്, 2/4 എന്ന് കിട്ടുന്നത്. മനസ്സിലാവുന്നില്ലേ ഫെബിന, അനുശ്രീ, സർഗ, ഷബ്ന? ഞാൻ ഒന്നുകൂടെ പറയണോ? എന്തെങ്കിലും ഉണ്ടെന്ന് പറയണോ ഒന്നുകൂടെ? ഫജർ, അതു സത്യപാൽ, അഭിലാഷ്, റമീസ്, ശ്രീരാജ്, സുബിൻരാജ്, വിഷ്ണു. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ പറ. ഇത് വെച്ചിട്ടാണ് നമുക്ക് ഇതിന്റെ ഫൈനൽ പ്രോബ്ലം ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെയാണ്. ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം സ്ട്രോങ് അസോസിയേഷൻ റൂൾ കണ്ടുപിടിക്കണം. സ്ട്രോങ് അസോസിയേഷൻ റൂൾ കണ്ടുപിടിക്കുന്നത് ആദ്യം നമുക്ക് തന്നിരിക്കുന്നതിലുള്ള എല്ലാ സെറ്റും എഴുതി. എല്ലാ സെറ്റും എന്ന് വെച്ചാൽ ഏതൊക്കെയാ? ഇതാണ് എല്ലാ സെറ്റും. ഇനി ഇതിൽ ഓരോന്നും എ ഇംപ്ലൈസ് ബി എന്ന് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ കോൺഫിഡൻസ് കണ്ടുപിടിക്കണം. കോൺഫിഡൻസ് ഓഫ് എ ഇംപ്ലൈസ് ബി എന്താ? സപ്പോർട്ട് കൗണ്ട് ഓഫ് എ യൂണിയൻ ബി divided by support count of A, right? Support count of A union B എന്ന് വെച്ച് കഴിഞ്ഞാൽ I1, I2 and I5. കോൺഫിഡൻസ് നിങ്ങൾക്ക് 2/4 കിട്ടും. അടുത്ത കേസ് നോക്കിയാൽ നിങ്ങൾ I1 and I5 implies B. സപ്പോർട്ട് കൗണ്ട് ഓഫ് എ എന്താ? I1 and I5ന്റെ സപ്പോർട്ട് കൗണ്ട് എത്രയാന്ന് നോക്കിയേ. 2 ഐറ്റം സെറ്റിൽ പോയിട്ട് 2 ഐറ്റം സെറ്റ് പോയിട്ട് ഏതിൻ്റെയാണ്? 2 ഐറ്റം സെറ്റിൽ പോയിട്ട് I1 and I5 അല്ലേ? I1 I5 നോക്കൂ. I1 I5 it is 2. Okay, so you are getting 2. Okay, ഇനി A യൂണിയൻ ബി ആയി. സപ്പോർട്ട് കൗണ്ട് ഓഫ് എ ആയി. ഇനി സപ്പോർട്ട് കൗണ്ട് ഓഫ് എ യൂണിയൻ ബി നോക്കുക. എ യൂണിയൻ ബി എന്ന് വെച്ചാൽ എന്താ? എ യൂണിയൻ ബി I1, I2, I5 and I2 എന്ന് വരുന്നത്. അതായത് 3 ഐറ്റം സെറ്റിനെ നോക്കുക. അത് എത്ര? 3 ഐറ്റം സെറ്റിൽ I1, I2, I5 എത്ര വരുന്നത്? I1, I2, I5 എന്ന് പറയുന്നത് 2 ആണ്. സോ 2/2 is 100. 2/2 is 100. ഓക്കെ, ഇനി ഇത് നോക്കിയേ നിങ്ങൾ. I1 implies I2 and I5.
I1 implies I2 and I5 എത്ര വരും എന്ന് പറഞ്ഞു? ഇത് A, ഇത് B. What is the support count of A? I1 എത്ര തവണ occur ചെയ്യുന്നുണ്ട്? 1 item സെറ്റിൽ നോക്കി I1 എത്ര തവണ occur ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇതിലില്ല. I1 എത്ര തവണ occur ചെയ്യുന്നുണ്ട്? It is 6 times, right? I1 is occurring 6 times. Okay. പിന്നെയോ I1 is occurring 6 times. പിന്നെ വരുന്നതോ then I1, I2, I5 എത്ര തവണ occur ചെയ്യുന്നുണ്ട്? I1, I2, I5 എത്ര തവണ occur ചെയ്യുന്നുണ്ട് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു 2. അതാണ് 2/6. നെക്സ്റ്റ് നോക്കുന്ന സമയത്ത് I2 എത്ര തവണ, then I1, I2, I5 അതാണ് 2/7. നെക്സ്റ്റ് ഈസ് I5 എത്ര തവണ, then I2, I5 എത്ര തവണ. അതാണ് ഈ കോൺഫിഡൻസിൽ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പം I1 ആൻഡ് I2 ഇംപ്ലൈസ് I5 എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് A ഇംപ്ലൈസ് B. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതിന്റെ കോൺഫിഡൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കോൺഫിഡൻസ് ഇസ് ഈക്വൽ ടു സപ്പോർട്ട് കൗണ്ട് ഓഫ് A യൂണിയൻ B. A എന്താ? I1 ആൻഡ് I2. അപ്പോൾ I1, I2, I5 ഡിവൈഡഡ് ബൈ സപ്പോർട്ട് കൗണ്ട് ഓഫ് A. വാട്ട് ഈസ് A? I1 ആൻഡ് I2. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അനുശ്രീ, ഫെബിന, അതു സത്യപാൽ, തിത്തിന, ശരത്, ശ്രീരാജ്, വിഷ്ണു, അമൃത, നുശ്രീ. ശരിയാണ്, ഓക്കെ ആണല്ലേ? അപ്പോ നമ്മൾ എങ്ങനെ ഈ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇത് സോൾവ് ചെയ്തെടുക്കുക? So while generating the frequent item strong association rule, if the minimum confidence threshold is say 70%, then only second and third. ഇപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്നതില് 70% ഉള്ള 70 and above ഉള്ള റൂൾസ് ഏതൊക്കെയാ? ഇത് ഈ മൂന്നെണ്ണം. I1, I5 implies I2, I2, I5 implies I1, I5 implies I1 and I2. 3 items set അല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇത് മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ this will be the strong association rule. Clear? ഇത് മനസ്സിലായോ? So if the minimum നമ്മൾ എടുക്കുന്നതാണ് minimum confidence threshold say 70%. So only second, third and last rules are strong association rule in this. Clear ആയോ? Clear ആയോ? Okay ആണോ? റിപ്ലൈ ഇടാ. ഫെബിന, ശരി. അപ്പോ എന്തൊക്കെയാണ് ഇതിന്റെ സ്റ്റെപ്പ്? FP ഗ്രോത്തിന് തന്നിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് FP ഗ്രോത്തിൽ ചെയ്തു തരേണ്ടത്? നിങ്ങൾക്കിപ്പോ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഇത് ഫോർവേഡ് ചെയ്ത് പോവാ? നിങ്ങൾക്കിപ്പോ ഒരു ടേബിൾ തന്നിട്ടുണ്ടോ? അതിൽ ആദ്യം കണ്ടുപിടിക്കേണ്ടത് C1 എന്ന് ഞാൻ ഐറ്റം സെറ്റ് കണ്ടുപിടിക്കുക. അതാണ് കാൻഡിഡേറ്റ് ഐറ്റം സെറ്റ് കണ്ടെയ്ൻ 1 items. അതിനുശേഷമോ ഇപ്പം ഇതിൽ സേ I1, I2, I3, I5 ഉണ്ടെന്ന് വിചാരിച്ചോ. ഇതിൽ ഓരോന്നിനും സം വാല്യൂസ് ഉണ്ടെന്ന് വെച്ചോ. 5, 7, 3, 9, 4. ഞാൻ മിനിമം സപ്പോർട്ട് കൗണ്ട് പറയുന്ന 4 ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ L1 ഏതൊക്കെ ഉണ്ടാവും? I3 ഒഴികെ ബാക്കി മൊത്തം L1 വരും.
I1, I2, I5, I6. ഓക്കെ, ഇതാണ് എൻ്റെ L1 എന്ന് പറയുന്ന ടേബിൾ. ഇനി എന്ത് ചെയ്യണം? I have to generate second item set, candidate 2 item set. എങ്ങനെ candidate 2 item set ജനറേറ്റ് ചെയ്യുക? L1 pruning L1. അപ്പൊ എന്ത് കിട്ടും നിങ്ങൾക്ക്? I1, I2, I1, I5, I1, I6. Then I2, I5, I2, I6. Then I5, I6. ഇങ്ങനെ എഴുതുക. ഇതിൽ ഓരോന്നിൻ്റെയും എത്ര തവണ നമുക്ക് തന്നിരിക്കുന്ന ട്രാൻസാക്ഷനിൽ ഒക്കർ ചെയ്യുന്നുണ്ട് നോക്കുക. അതിൽ മിനിമം സപ്പോർട്ട് കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ മിനിമം സപ്പോർട്ട്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതിന് ഇപ്പോൾ 0യും ഇതിന് 1 ആണെന്ന് വിചാരിച്ചോ. ബാക്കിയൊക്കെ 3, 4, 5, 7 ആണെന്ന് വിചാരിച്ചോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇതിനെ രണ്ടിനും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതാണ് L2ൽ എഴുതുക. അപ്പൊ L2ൽ ഏതൊക്കെ ഉണ്ടാവും? I1, I2, I1, I5, I2, I6, I5, I6. L2 കിട്ടി. ഇനി എന്ത് ചെയ്യണം? I have to find out the candidate 3 item set by pruning L2 and L2. അപ്പൊ എന്ത് കിട്ടും? I1, I2, I5 എന്ന് കിട്ടും. Then I1, I2, I6 എന്ന് കിട്ടും. I1, I2, I5 എന്ന് കിട്ടും. അത് ഓൾറെഡി എഴുതിയില്ലേ? I1, I2, I6 എന്ന് കിട്ടും. I1, I2, I5 ഓൾറെഡി എഴുതിയില്ലേ? I1, I2, I6. പിന്നെ ഏതുമില്ലല്ലോ. I2, 5, I2, 5, I6 ഇങ്ങനെയും കിട്ടും. ഇത്രയും സെറ്റ് കിട്ടും C3യിൽ. ഇതിൽ മിനിമം സപ്പോർട്ട് കൗണ്ട് ഉള്ളത് മാത്രം സെലക്ട് ചെയ്യുക, ബാക്കിയുള്ളതിനെ റിമൂവ് ചെയ്യുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? L3 കിട്ടും. എന്നിട്ട് നിങ്ങൾ നോക്കുക C4 പോസിബിൾ ആണോ നോക്കുക. മിനിമം സപ്പോർട്ട് കൗണ്ടിൽ ഏതെങ്കിലും C4 ജനറേറ്റ് ചെയ്തതിനു ശേഷം പോസിബിലിറ്റി ഉണ്ടോ നോക്കുക, ഏതെങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് L4ൽ ആഡ് ചെയ്യുക, ഇല്ലെങ്കിൽ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന റൂൾ, ഇപ്പം 3 ഐറ്റം സെറ്റ് ആണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം I1, I2, I5 ആണ് ആദ്യത്തെ ഐറ്റം സെറ്റ് എന്ന് വെച്ചോ. നിങ്ങൾ എന്ത് ചെയ്യണം? I1, I2 ഇംപ്ലൈസ് I5. ഇതിന്റെ കോൺഫിഡൻസ് കണ്ടുപിടിക്കുക. അതുപോലെ I1, I5 ഇംപ്ലൈസ് I2. ഇതിനെ കണ്ടുപിടിക്കുക. ദെൻ I2, I5 ഇംപ്ലൈസ് I1. അതിനെ നോക്കുക. ദെൻ I1 ഇംപ്ലൈസ് I2, I5. Then I2 implies I1 and I5. Then I5 implies I1 and I2. ഇതിന്റെ ഓരോന്നിന്റെ സപ്പോർട്ട് കൗണ്ട് കണ്ടുപിടിക്കുക, കോൺഫിഡൻസ് വാല്യൂ കണ്ടുപിടിക്കുക. അതെങ്ങനെയാ? A implies B. ഇനി കോൺഫിഡൻസ് ഓഫ് A യൂണിയൻ B എന്ന് വെച്ചാൽ എന്താ? സപ്പോർട്ട് കൗണ്ട് ഓഫ് A യൂണിയൻ B ഡിവൈഡഡ് ബൈ സപ്പോർട്ട് കൗണ്ട് ഓഫ് A. ഈ A യൂണിയൻ B എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടും? നിങ്ങൾ ഓൾറെഡി 2 ഐറ്റം സെറ്റും 3 ഐറ്റം സെറ്റും കണ്ടുപിടിച്ചാൽ ഈ വാല്യൂസ് ഉണ്ടോ അത് വെച്ചിട്ട് കാണാം. മിനിമം സപ്പോർട്ട് കൗണ്ട് ഇപ്പൊ ഞാൻ ഏതെങ്കിലും എത്ര പെർസെന്റേജ് അങ്ങ് തരും, അത് മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്ന റൂളിനെ നമ്മൾ സ്ട്രോങ് അസോസിയേഷൻ റൂൾ ആയിട്ട് എടുക്കും. ക്ലിയർ ആയോ? ഓക്കെ ആണോ? അതുൽ സത്യപാൽ, അൻസബ്, അശ്വതി, അതുൽ ദിനേശ്, മിഥിലാജ്, മൃദുല, അശ്വിൻ, അശ്വതി, അമൃത. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ശരി, ഓക്കെ. എന്നാ പിന്നെ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ അത്രയാണ് FB ഗ്രോത്തിലുള്ളത്, ഐ മീൻ അപ്രിയോറി അൽഗോരിതത്തിലുള്ളത്. ഇനി ബാക്കിയുള്ളത് FP ഗ്രോത്ത് അൽഗോരിതം ആണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.